ഡോക്ടർ ഗ്രേസി സത്യന്റെ ജീവിത കഥയിലൂടെ ഇന്ന് നാം യാത്ര ചെയ്യുകയാണ്. മകനെ നഷ്ടപ്പെട്ട വേദനയിൽ മനസ്സ് തകർന്ന ഒരമ്മയും ആ അമ്മയെ ആശ്വസിപ്പിച്ച ദൈവവചനത്തിന്റെ ശക്തിയും നമ്മെ ആഴത്തിൽ ഗ്രഹിപ്പിക്കുന്ന സാക്ഷ്യകൂടാരത്തിന്റെ ഈ അധ്യായത്തിൽ മരണവേദനകൾക്കപ്പുറത്തും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പൂക്കൾ വിടരുന്ന മറ്റൊരു പ്രഭാതമുണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വേദനിക്കുന്ന ഓർമ്മകളിൽ നിരന്തരം സഞ്ചരിക്കുന്നവർക്ക് ആശ്വാസദായകന്റെ ആണിപ്പാടുള്ള കരങ്ങൾ സമാധാനമേകും എന്ന് ഈ സാക്ഷ്യം നമ്മെ ബലപ്പെടുത്തുന്നു. എത്രത്തോളം യേശുപ്പൻ്റെ നാമത്തെ ഉയർത്തി കാണിക്കാൻ എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതിനെ അറിയിക്കാൻ ഉള്ള ഒരു അവസരം, ഒരു മഹാഭാഗ്യമായിട്ട് ഈ അവസരത്തെ ഞാൻ കരുതുന്നു. ഈ അവസരം ദൈവം മുന്നമേ കരുതിയിരുന്നതായിരിക്കണം. അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ പലവിധമായ പ്രതിസന്ധികളിലൂടെ, ശോധനകളിലൂടെ, കഷ്ടതകളിലൂടെ കടന്നു പോയ അനുഭവങ്ങളാണുള്ളത്. ഞാൻ അതിനെയെല്ലാം എൻ്റെ ജീവിതം, എൻ്റെ ഭവനം എന്ന് പറയുന്നത് ദൈവം എനിക്ക് ദാനമായി നൽകിയ സ്വർഗമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് എനിക്ക് ആ സ്വർഗമാക്കാനും ദൈവം എനിക്ക് ദാനമായി നൽകിയ എൻ്റെ ഭവനത്തെയും എൻ്റെ മക്കളെയും ഭർത്താവിനെയും എല്ലാം ദാനവും സ്വർഗത്തിൻ്റെ അനുഭവത്തിലാക്കി മാറ്റാൻ എൻ്റെ ജീവിതം എങ്ങനെ എന്നെ സഹായിച്ചു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് സന്തോഷമായിട്ടുള്ള അനുഭവം നിറച്ചും കിട്ടിയിട്ട് അതിലൂടെ ആയിരിക്കാം ഞാൻ എൻ്റെ ഭവനത്തെ സ്വർഗമാക്കിയതെന്നായിരിക്കാം ചിന്തിക്കുന്നത്. അല്ല, നിരന്തരമായ പരീക്ഷ, ശോധന, കഷ്ടത, പ്രയാസം, വേർപാട്, ദുഃഖങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ അനുഭവങ്ങളിലും കൂടെയാണ് എൻ്റെ ഭവനത്തെ ഞാൻ സ്വർഗമാക്കിയത്. അത് എനിക്ക് മറ്റ് ഉള്ളവരെ അറിയിക്കാൻ കിട്ടിയ, ദൈവനാമം മഹത്വപ്പെടുത്താനായിട്ട് കിട്ടിയ ഈ അവസരം ഏറ്റവും ശ്രേഷ്ഠമാണ്, പുണ്യമാണ്. ദൈവം യേശുപ്പൻ എനിക്കായി കരുതിയിരുന്നതായിട്ട് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്യും. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ എൻ്റെ പപ്പയും അമ്മയും എന്നെ ആ ഒരു അന്തരീക്ഷത്തിലാണ് എന്നെ വളർത്തിയത്. ആ ജനിച്ച് വളർന്ന അന്തരീക്ഷം എന്ന് പറയുമ്പോൾ എൻ്റെ പപ്പയും അമ്മയും പള്ളിയിൽ പോകില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ 5 മക്കളുണ്ടായിരുന്നു. 5 മക്കളെയും ഞങ്ങൾ നിർബന്ധമായിട്ട് എന്നും അമ്മ രാവിലെ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പറഞ്ഞയക്കും. അതവിടെ ഭയങ്കര നിർബന്ധമാണ്. 5 പേരും ഞങ്ങൾ പള്ളിയിൽ പോകും. അപ്പോൾ പള്ളി ഇത്തിരി ദൂരെയാണ്. വർഷങ്ങൾക്ക് മുമ്പേ ആണല്ലോ, 4-5 കിലോമീറ്ററോളം ദൂരം വരും. അത്രയും നടന്നാണ് ഞങ്ങൾ പള്ളിയിൽ പോകുന്നത്. എരുത്താവൂർ CSI ചർച്ചാണ് എൻ്റെ മാതൃസഭ. അപ്പോൾ അവിടെ പോയാൽ ആരാധനയ്ക്ക് മാത്രമാണ്, അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ മാത്രം ഇരിക്കും. ആരാധന കഴിഞ്ഞ് വരും. പപ്പയും അമ്മയും പള്ളിയിൽ വന്നതായിട്ട് എനിക്കറിയില്ല. അമ്മ വരും വാർഷികത്തിന്, വർഷത്തിൽ ഒരു ദിവസം വരും. പപ്പ എൻ്റെ മാരേജ് എല്ലാം കഴിഞ്ഞതിന് ശേഷം, വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പപ്പ പള്ളിയിൽ വരുന്നത്. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിലായിരുന്നു. അപ്പോഴും പ്രശ്നങ്ങൾ വീട്ടിലുണ്ടല്ലോ, അത്രത്തോളം നമ്മൾ അറിയാതെയുള്ള മെയിൻറ്റെയിൻ ചെയ്ത് പോകത്തക്കവണ്ണമുള്ള പ്രശ്നങ്ങളും മറ്റു പല പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചാണ് എനിക്ക് എല്ലാം തരണം ചെയ്യാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് 18ാമത്തെ വയസ്സ് പൂർത്തിയാകുന്നതിന് മുന്നേ പ്രീ ഡിഗ്രി പഠിച്ചും കൊണ്ടിരുന്നപ്പോഴായിരുന്നു എൻ്റെ മാരേജ്. കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ മെഡിസിൻ പഠിച്ച് ഡോക്ടറായത്. അപ്പോൾ ഹസ്ബൻഡ് ഡോക്ടറായപ്പോൾ ഞാനും ഡോക്ടറാവണമെന്നുള്ള ആഗ്രഹം കൊണ്ട് എന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയതാണ്. അപ്പോൾ ഇവിടെ ഈ ഭവനത്തിൽ വന്നപ്പോൾ, ഹസ്ബൻഡിൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ, അവിടെയുള്ള എല്ലാവരും സഭയുമായിട്ട് അടുത്ത ബന്ധമുള്ളവരാണ്. ദൈവിക ശുശ്രൂഷയിൽ ഉള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, മോനൊക്കെ പിന്നെ വലുതായി
ഈ മൂത്ത മോന് കൊച്ചുനാളിൽ 7 വയസ്സൊക്കെ ആയപ്പോഴേ അവൻ ദൈവവേലയ്ക്ക് വേണ്ടി സ്വയം അവൻ തിരഞ്ഞെടുത്ത ഒരു മകനായിരുന്നു മൂത്ത മകന് കുഞ്ഞുനാളിൽ എടുത്ത തീരുമാനമാണ് അവൻ ഒരു പള്ളിയിലെ പ്രീസ്റ്റ് ആകണമെന്നുള്ള തീരുമാനം മകനെടുത്തതാണ്. 7 കുഞ്ഞുനാളിലെ എടുത്തു. അപ്പോൾ അവൻ ഇങ്ങനെ പറയുമ്പോൾ അതിനാരും കുഞ്ഞുനാളിൽ പറയുമ്പോഴും ഞങ്ങളതിന് ഒരു വില കൊടുക്കില്ലായിരുന്നു. പക്ഷേ അവൻ ഞങ്ങളുടെ അടുത്ത് പറയാൻ, ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അടുത്തോ അവൻ്റെ ഡാഡിയുടെ അടുത്തോ പറഞ്ഞാൽ അത് ഞങ്ങൾ കേൾക്കില്ലേ എന്ന് വെച്ചിട്ട് അവൻ എൻ്റെ ചേച്ചിയുടെ അടുത്താണ് പറഞ്ഞിരുന്നത്, നിനക്ക് എന്താകാം ആകാശം, നിനക്ക് ആരാകാനാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ എനിക്ക് പള്ളിയിൽ അച്ഛനാകണം എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നിനക്കിഷ്ടമാണ്, അതെനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും നല്ല പഠിക്കുന്ന മക്കളായിരുന്നു. പഠിച്ച് അവർ BBA MBA എല്ലാം കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞപ്പോഴും അവൻ ഈ തീരുമാനം വിട്ടില്ല. ഞാൻ അപ്പോൾ രഹസ്യമായിട്ട് എൻ്റെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ആദ്യം ഉള്ള എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരും ഒത്ത് ദൈവസന്നിധിയിൽ കാണണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ അവൻ പിന്നെ MBAക്കൊക്കെ പോയോണ്ടിരുന്നപ്പോൾ തന്നെയാണ് അവന് UTCയിൽ അഡ്മിഷനായത്. അപ്പോൾ ഇതിനിടയ്ക്ക് അവന് ഒത്തിരി പ്രോബ്ലങ്ങളുണ്ടായിരുന്നു. അവൻ വലുതായതിന് ശേഷം അവന് MBA ഒക്കെ പഠിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ബോഡിയിൽ നിർത്തുന്ന സ്കിന്നിൽ പ്രോബ്ലം വന്നിട്ട് അവൻ ഭയങ്കര, ആ പ്രായത്തിലൊക്കെ ഒരു സ്കിന്നിനൊരു പ്രോബ്ലം വന്നാൽ അത് സഹിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രംഗങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സൂചി ഊന്നാനുള്ള ഒരു സ്പേസ് പോലും അവൻ്റെ ശരീരത്ത് നല്ലതായിട്ടില്ല. അപ്പോൾ അവൻ ഇങ്ങനെ ഇരുന്ന് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ഇതാ എൻ്റെ കയ്യിൽ ഇത്രയും സ്പേസിൽ ഒന്നുമില്ല, പ്രശ്നമില്ലാതെ ഇരിക്കുകയാണെന്ന് പറയാം. അപ്പോൾ അത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. എന്നിട്ട് അവൻ്റെ സ്കിന്നെല്ലാം അങ്ങ് നല്ല ക്ലിയറായി നേരെയാകുകയും ചെയ്തു. എന്നിട്ട് അവൻ UTCയിൽ സെമിനാരിയിൽ പഠിക്കാൻ ആഗ്രഹിച്ച് അഡ്മിഷന് വേണ്ടി പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഇവന് പോകാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ ഒരിക്കൽ കരോളിന് പോയിടത്ത് ഇവന് ഒരു കുഴിയിൽ കാല് ചറുക്കി ഇവൻ വീഴാൻ പോയി. അവൻ്റെ ബാക്കിൽ പിന്നെ ഡിസ്കിന് പ്രോബ്ലം വന്ന് ട്രാക്ഷൻ ഇട്ട് കിടക്കുകയായിരുന്നു ഒരു അഡ്മിഷൻ്റെ സമയത്ത്. അപ്പോൾ ഡോക്ടറെ അടുത്ത് നമ്മൾ ചോദിച്ചു, ഇവനെ എങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലാണോ കൊണ്ടുപോയി ഈ പിന്നെ ടെസ്റ്റിന് പങ്കെടുപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ്, അവൻ കൊച്ചുകുട്ടിയല്ലേ, അവന് ഇനിയും ടൈമുണ്ടല്ലോ, ആരോഗ്യമല്ലേ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ കൊണ്ടുപോയില്ല. അവൻ ആ പ്രയാസമായിട്ട് അവന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അത് സമ്മതിച്ച് അവൻ കിടന്നു. അപ്പോൾ ഇവൻ സെമിനാരിയിലെത്തി ഇങ്ങനെ മൊണ്ടി പോകുന്നു. അപ്പോൾ ഇവൻ്റെ കൂടെ പോയവർ, നേരത്തെ കൂടെ പോയ ആൾ എത്തി, ആ ബസ്സെത്തി, ഇവൻ്റെ ബസ് താമസിച്ചായി. ഇവൻ സെമിനാരിയിലെത്തി 1 മാസമായി. ഇവൻ ജൂൺ 5 പോയി. ജൂലൈ 5 വീണ്ടും ഇവന് ഭയങ്കര പ്രശ്നം, ബോഡി പെയിനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അവൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് ഞങ്ങൾക്കിവിടെ ഫോൺ ചെയ്തപ്പം ഇങ്ങനെ ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനപ്പം മൂന്നാറായിരുന്നു ജോലി, ഞാനും കൊച്ചുമോനും ഇവിടെ ആയിരുന്നു. ഈ വീടിൻ്റെ ബേസ്മെൻറ്റ് ഇട്ടിട്ടാണല്ലോ പോയത്. ബേസ്മെൻറ്റ് മാത്രം ഞായറാഴ്ച രാവിലെയാണ് വിളിക്കുന്നത്. ഞായറാഴ്ച രാവിലെ ഞങ്ങൾ ഒരു പണിക്കും ആൾ വയ്ക്കുന്നതല്ല. എന്നാൽ അന്ന് രാവിലെ ഒരാളിങ്ങനെ പണി ചെയ്യാൻ ഇവിടെ വരുന്നു, ബാക്കിയുള്ളതും കൂടെ ഫില്ല് ചെയ്തിട്ട് ഞായറാഴ്ച ഇന്ന് വേണ്ട, അത് ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ അതിനിടയ്ക്കാണ് ഈ ഫോൺ കോൾ വരുന്നത്. ഞങ്ങൾക്ക് പോകാനായിട്ട് ഞാനും മോനും കൂടെ ഇവനെ അന്വേഷിച്ച് പോകാനായിട്ട് പോയി. അപ്പോൾ സീറ്റില്ല. പോകുന്ന വഴിക്ക് നിയമം കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ. ഞങ്ങൾ നനഞ്ഞും കൊണ്ട് തന്നെ പിന്നെ പാപ്പനംകോട് വരെ പോയി. ബസ്സൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അതിൽ എങ്ങനെ അവർ വിളിച്ചിട്ടിരിക്കുന്നു, ഇപ്പോൾ എത്തണമെന്ന്, എത്താൻ പറ്റുന്നില്ല. ഒരു ആട്ടോയും പിന്നെ സിറ്റിയിൽ പെർമിറ്റ് ഉള്ളതില്ല, കാറില്ല, ഒന്നുമില്ല. സഡനായിട്ട് മഴ വന്നതാണ്. അവിടെ തന്നെ ഒരിടത്ത് ബൈക്ക് വെച്ചിട്ട് പിന്നെ ഒരു ആട്ടോ വന്ന് അതിൽ കയറിപ്പോയപ്പം ബസ്സിൽ സീറ്റില്ല. ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ബസ്സിൽ വന്ന ഒരാളിന് ആക്സിഡൻ്റായിട്ട് ഹോസ്പിറ്റലിൽ മകൻ കിടക്കുകയാണ്, ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് തന്നെ, അത് ബാക്ക് അറ്റ ഒരു സീറ്റുണ്ട്, ഏത് സീറ്റിലായാലും സീറ്റില്ലെങ്കിൽ ഞങ്ങൾ നിന്നായാലും വന്നോളാം എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവന് ദേഹം മൊത്തം ഇങ്ങനെ പൊള്ളി
ഇങ്ങനെ നിറഞ്ഞ് പൊള്ളലുകൊണ്ടിരിക്കുകയാണ്. അവൻ എൻഡോസ്കോപ്പി ചെയ്യാൻ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ഇങ്ങനെ അവന് നോക്കിയിട്ട് പറഞ്ഞു ഇത് ചിക്കൻ ബോക്സ് അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ കളിയാക്കി എന്ന് പറഞ്ഞാൽ ഇത് ചിക്കൻ ബോക്സ്, ഇത് പെപ്റ്റിക് അൾസർ എന്നുള്ള അതിലാണ് അവർ പറഞ്ഞത്, പെപ്റ്റിക് അൾസറിൻ്റെ പൊള്ളലാണെന്ന്. അപ്പോൾ ഞാൻ ഒരു നിസ്സാര ഹോമിയോ ഡോക്ടർ, വലിയ ഇതൊന്നുമില്ല, അപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അപ്പോൾ അവരുടെ കളിയാക്കലൊക്കെ എനിക്ക് തോന്നിയെങ്കിലും എങ്ങനെ മനസ്സിലിട്ടിട്ട് അവിടുന്ന് അവന് അതും അവർ ആ കഷ്ടപ്പെടണം എന്നുള്ള ഇതുകൊണ്ടായിരിക്കും. അവന് റൂമിൽ നോക്കേണ്ട ഡോക്ടർ പോലും റൂമിൽ വന്ന് നോക്കാതെ അവനെ എടുത്തിട്ട് അവൻ അനങ്ങുമ്പോൾ അവന് ബോഡി പെയിനാണ്, റെസ്റ്റ്ലെസ്സാണ്. സംഭവം അവന് സെപ്റ്റിസീമിയായിരുന്നു, ബോഡി മൊത്തം ഇൻഫെക്ഷൻ ആയതായിരുന്നു, ചിക്കൻ ബോക്സ് ബ്ലഡിൽ വന്നതായിരുന്നു പ്രശ്നം. അത് അവർ ഡയഗ്നോസ് ചെയ്യാതെ ഞങ്ങൾ പിറ്റേന്ന് എത്തി. അവിടെ നിന്ന് പിന്നെ അവർ ഞങ്ങളിങ്ങനെ നാട്ടിൽ കൊണ്ടുവരാൻ നോക്കി. ഫ്ലൈറ്റ് ബുക്ക് ചെയ്തപ്പോൾ ബുക്ക് ചെയ്തിട്ട് അവസാനം ഇവർ ചിക്കൻ ബോക്സിൻ്റെ ടെസ്റ്റൊന്നും ചെയ്യില്ല. ഞങ്ങൾ ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തപ്പം ചിക്കൻ ബോക്സാണ് പോസിറ്റീവ് ആയിരുന്നു, ചിക്കൻ ബോക്സ് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരാശ്വാസം, ചിക്കൻ ബോക്സ് തന്നെയല്ല, വേറെ ഒന്നും അല്ലല്ലോ എന്നിങ്ങനെ തോന്നിയിട്ടെങ്കിൽ അവർ UTCയിൽ അവന് നല്ല ബെഡായിട്ട് വിരിച്ച് ആ റൂമും ആ ബെഡ് വിരിച്ചിട്ടിരുന്നത് കണ്ട ഭയങ്കര ഒരു എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു രീതിയിലാണ് അവിടെ ബെഡൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. ഈ മോനെ ആംബുലൻസിൽ അവിടെ കൊണ്ടുവന്ന് അവിടെ കിടത്തി. അപ്പോൾ കൊച്ചുമോനും കൂടെ എൻ്റെ കൂടെ വന്നല്ലോ. അവൻ തിരിച്ചിങ്ങ് വീട്ടിൽ വന്നു. അണ്ണൻ ഇനി കുഴപ്പമില്ലല്ലോ അമ്മി, ഞാൻ വരണം, അവൻ റെസ്റ്റ്ലെസ്സാണ്, ഇതും എനിക്ക് കാണാൻ വയ്യെന്ന്. പക്ഷേ ആ ഒരു വാണി അവനിങ്ങനെയാണ്, ഞാൻ എപ്പോഴും ഇങ്ങനെ വെള്ളം കുടിക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറയാം. അപ്പോഴും നീ മമ്മി ഇങ്ങനെ പറഞ്ഞു അതൊന്നും നീ കേൾക്കല്ല, നീ ഫ്രീ ആയിട്ട് അങ്ങ് കിടന്നോളണം എന്നൊക്കെ പറഞ്ഞു. അവന് ഓറഞ്ച് വേണം, ഗ്രേപ്സ് വേണം എന്നൊക്കെ പറഞ്ഞു. അവൻ്റെ ഫ്രണ്ട്സും കോളേജിലുള്ള എല്ലാ സ്റ്റുഡൻസും പ്രിൻസിപ്പളും എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ അവനിങ്ങനെ താല്പര്യം വന്നപ്പോൾ അത് വാങ്ങി അവൻ കഴിച്ച്, ഞങ്ങളും കഴിച്ച് ചായ ഇട്ട് കുടിച്ചു. അപ്പോഴും അവൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാണ് ആൻറ്റിയെ കണ്ടപ്പോൾ അവൻ്റെ അസുഖം എല്ലാം പോയെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഉച്ചയായപ്പോൾ വീണ്ടും ഇവന് ഭയങ്കര കോംപ്ലിക്കേഷനായപ്പോൾ എനിക്ക് വേറെ ആരെയും പറയാനില്ല. എൻ്റെ കൊച്ചുമോനും ഇനി വീട്ടിൽ വന്ന് ഇവർക്കും സ്ഥലത്തില്ല, ഞാൻ മാത്രമായി, മോന് മാത്രമാണ്. സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങി, നല്ല ഫ്രീ ആയിട്ട് അവൻ ഉറങ്ങി. എണീറ്റിട്ട് അവന് പിന്നെ അസ്വസ്ഥത കൂടിയപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള ഒരു ഡോക്ടറെ തന്നെ വിളിച്ചിട്ട് ദൈവം അവിടെ അവന് നല്ല പരിചരണം കൊടുക്കാൻ ഈ ഡോക്ടറുടെ ഒരു മരുമോളെ ബാപ്റ്റിസ്മ ഹോസ്പിറ്റലിൽ കരുതിയിരുന്നു. ആ ഡോക്ടറും ആ മരുമോളെ പേര് പറഞ്ഞു. ഇവിടെ UTCയിലുള്ളവരും പറഞ്ഞത് ബാപ്റ്റിസ്മ ഹോസ്പിറ്റലിൽ തന്നെ പോകണമെന്ന്. അവിടെ തന്നെ ഒരു പരിചയമുള്ള ആളിനെ കരുതുന്നു. അപ്പോൾ എനിക്ക് അവിടെ പരിചയമുള്ളവരുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയിട്ട് അവനെ ICUവിൽ കയറ്റിയപ്പോൾ ആ റൂമിൽ വാച്ചറുണ്ടായിരുന്നിട്ട് എന്നെ ഞാൻ അങ്ങ് അകത്ത് കയറിയത് ഈ വാച്ചർ കണ്ടില്ല. ഞാൻ മോൻ്റെ കൂടെ അകത്ത് കയറി അവന് ഉള്ള ആ ഒരു അരമണിക്കൂർ എങ്ങനെ അവൻ്റെ ആ ജീവനെ പിടിച്ച് വിട്ടിട്ട് വേറെ ആശുപത്രി കൊണ്ടുപോകാനുള്ള ശ്രമമാണ്, ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അപ്പോൾ അതിനോടൊപ്പം ഞാനും അവൻ്റെ കാലെല്ലാം തിരുമ്മി അങ്ങനെ ഇതിൽ നിൽക്കുകയാണ്. ആരും ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശ്രദ്ധിക്കില്ല എന്ന് എനിക്കവിടെ വാച്ചർ കാണാതെ ICUവിൽ ആരെയും ബൈസ്റ്റാൻഡേഴ്സിനെ കയറ്റുന്നതല്ല, ദൈവ സാന്നിധ്യമാണ് ഇവൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ അവൻ്റെ അടുത്തുള്ള മമ്മി പെയിൻ കില്ലർ തരാൻ പറയണം, എനിക്ക് വേദനയാണ്, മമ്മിക്ക് അറിയാനില്ല, അലർജി ആണെങ്കിലും ഇന്ന മരുന്ന് കഴിച്ച് ആവിലത്തെ ഇഞ്ചക്ഷൻ എടുത്താൽ ഇതെടുത്താൽ കുറവല്ല മമ്മി പറയണമെന്ന്. ഇങ്ങനെ കിടന്ന് ഇവന് നല്ല ഓർമ്മയാണ്. നല്ല ഇങ്ങനെ കിടന്ന് വിളിച്ച് എൻ്റെ അടുത്ത് പറയണം. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഓക്സിജൻ്റെ ഇതൊക്കെ പോകുമ്പോൾ അവൻ തന്നെ തനിയെ ഓക്സിജൻ്റെയൊക്കെ എടുത്ത് വയ്ക്കുന്നത്. ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്യണത് കണ്ട് ഡോക്ടർമാരും സിസ്റ്റർമാരും എല്ലാം കൂടെ ഇവനെ നോക്കുകയാണ്. പുറത്ത് സ്റ്റുഡൻസ് എല്ലാം ഉണ്ട്, ടീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അവരെന്നെ അപ്പോഴപ്പോഴും ഇങ്ങനെ വന്ന് നോക്കിയിട്ട് എന്നെ വിളിക്കും, ആൻറ്റി ഇങ്ങനെ വന്നു. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, എനിക്ക് അവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല, ഇവിടെ നിൽക്കുള്ളൂ. ഞാൻ ഈ ഡോക്ടർമാർ ഇങ്ങനെ എന്നെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ തിരിഞ്ഞു നിൽക്കും. എനിക്കറിയാം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പം ഞാനും കൂടെ ഹെൽപ്പ് ചെയ്ത് കുറേ അങ്ങനെ നിൽക്കുകയാണ്. അവസാനം അവൻ്റെ അടുത്ത് വെള്ളം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നേരത്തെ നീ വെള്ളം ചോദിച്ചപ്പം നീ വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇപ്പം ഞാൻ ഫ്ലാസ്കിലെ വെള്ളം എല്ലാം ഒഴിച്ച് കളഞ്ഞിട്ട് വച്ചിരിക്കുകയാണ്. സംഭവം വെള്ളം അപ്പോഴും കൊടുക്കാൻ പാടില്ല, എനിക്കറിയാം. അതുകൊണ്ട് അവൻ ചോദിച്ചിട്ട് കൊടുത്തില്ല. അപ്പോൾ നമ്മളവിടെ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് വേറുള്ളവരായി ഞാൻ എങ്ങനെയും അകപ്പെട്ട് അകത്ത് നിൽക്കുകയല്ലേ.
ഇങ്ങനെ ഒരു സംഭവം ഒരു ഹോസ്പിറ്റലിലും ഉണ്ടാവില്ലല്ലോ. ഒരു ബൈസ്റ്റാൻഡർ അകത്തായിട്ട് ഡോക്ടറായിട്ട് ഇങ്ങനെ ഒരു രോഗിയെ ചികിത്സിക്കുന്നിടത്ത് ഒരു കാരണവശാലും വരില്ല, അത്രയും ഇതിൽ. അപ്പം വെള്ളം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒഴിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു. എനിക്കത് ഉള്ളിൽ അപ്പോഴൊക്കെ ആ ഒരു ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് ഇപ്പം ചിന്തിച്ചാൽ എനിക്ക് ഒരു പിടിയില്ല. എങ്ങനെ കിട്ടിയെന്നുള്ളത് ഇപ്പോൾ എനിക്ക് എത്ര ആലോചിച്ചാലും പിടിയിട്ട് ഇപ്പോഴാണ് എനിക്ക് സങ്കടം. അന്ന് ആ ധൈര്യത്തോടെ അവിടെ നിന്ന് അവന് ആ വേണ്ട എല്ലാം ചെയ്തിട്ട് അവർക്ക് ഒരു അരമണിക്കൂറിന് മറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സുഖമായി എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് വരുന്ന വഴിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴെപ്പോഴും വിളിക്കും. അപ്പോൾ വിളിച്ചപ്പം ഞാൻ കുഴപ്പമില്ല അവസാനം ഇങ്ങ് വന്ന് കയറാൻ നേരത്ത് പറഞ്ഞു, മോൻ അവന് സീരിയസ് ആണെന്നുള്ള അവൻ അറിഞ്ഞുകൂടെ, അവൻ്റെ കണ്ടീഷൻ സീരിയസ് ആണ്, അത് കാണിക്കാതെ അവനെ ചെന്ന് കാണണം എന്ന് പറഞ്ഞു. അതുപോലെ അവനെ പോയി കണ്ട് അവൻ്റെ ഡാഡിയെ കണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം വേറെ ഹോസ്പിറ്റൽ അടുത്ത് രാമയ്യയിലാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇതിനകത്ത് വെച്ച് തന്നെ ഡോക്ടർ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡറിനെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴവർ നോക്കിയിട്ട് പറഞ്ഞു ഇതാണ് ബൈസ്റ്റാൻഡർ എന്ന്, അമ്മയാണെന്ന് പറയുന്നത്. എനിക്ക് എങ്ങനെയാണ് ആ ICUയുടെ അകത്ത് ബൈസ്റ്റാൻഡർ നിൽക്കണം? അവർ ആ ഡോക്ടറെ അന്തം വിട്ടു. അത്രയും അവർക്ക് അതിശയം വന്നിട്ട് അവർ നോക്കിയിട്ടും ബൈസ്റ്റാൻഡർ. ഞാൻ പറഞ്ഞ അമ്മയാണ് ബൈസ്റ്റാൻഡർ. എന്നിട്ട് അവിടെ ഇരുന്ന ഡോക്ടറെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടുത്തെ മോൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാറിഞ്ഞൂടാ, ഡോക്ടറൂടെ ആംബുലൻസിൽ വന്ന് രാമയ്യയിലാക്കണം, വരാമെന്ന് പറഞ്ഞു. മണിപ്പാൽ അവിടെ ഇവിടെ എല്ലായിടും അവർ വിളിച്ച് നോക്കി, ഒരിടവും വെൻറ്റിലേറ്ററില്ല. അതും ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് വെൻറ്റിലേറ്റർ കൊടുക്കില്ല. ഒന്നിട്ടിട്ടുണ്ട് VIP-ക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാമയ്യയിൽ ഇട്ടിരിക്കുന്നത് VIP-ക്കാണ്. എന്നാലും അവിടെ ഈ ഞാൻ പറഞ്ഞ ഈ ഡോക്ടറുടെ പിന്നെ മരുമോൾ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അവരുടെ കെയർ ഓഫിൽ മോൻ അവിടെ വെൻറ്റിലേറ്റർ കിട്ടി. രാമയ്യയിൽ നമ്മൾ കൊണ്ടുപോയി അവിടെ നിന്ന് തൊട്ട് പിന്നെ അങ്ങ് മോനെ കൊണ്ടുപോയിട്ട് മോൻ്റെ അടുത്ത് എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. അവർ പറഞ്ഞ് അവനെ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ വെൻറ്റിലേറ്ററിലായിട്ട് അവർ പറഞ്ഞ് രാത്രി 12 മണിക്കോ ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഗവൺമെൻറ് ഞങ്ങളിങ്ങനെ വരാന്തയിലിരിക്കുകയാണ്. ഇരിക്കുമ്പോൾ നിങ്ങളെ വിളിച്ചില്ല എങ്കിൽ പിന്നെ മോന് സുഖമായിരിക്കുകയാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും എന്ന് പറഞ്ഞു. അവർ കോൺഫറൻസിൽ കൂടി ഇങ്ങനെ പറഞ്ഞു. തൊട്ട് പിന്നെ ബ്രെയിൻ തൊട്ട് വരെ മോന് ഇൻഫെക്ഷനായിരിക്കുകയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു സാറേ ബ്രെയിൻ തൊട്ട് വരെ ഇൻഫെക്ഷനായാലും ഞങ്ങൾ യേശുപ്പനിലാണ് വിശ്വസിക്കുന്നത്, യേശുപ്പൻ മോന് പരിപൂർണമായ സുഖം തരും. എനിക്ക് ഓവർ കോൺഫിഡൻസ്. അപ്പോൾ ഓവർ കോൺഫിഡൻസാണ്, അതാണ് എന്നെ അപ്പോൾ പിടിച്ചു നിർത്തിയതെന്ന് പറഞ്ഞു. 12 മണി കഴിഞ്ഞപ്പോൾ ആകാശ് സത്യം പേര് വിളിക്കുന്നു. ഞങ്ങൾ വിളിക്കാതിരുന്നപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചിരുന്നു. ആകാശ് സത്യം പേര് ഞങ്ങൾ പോയി നോക്കി. മോൻ്റെ ആ കണ്ടീഷൻ കണ്ടപ്പോഴെന്ന് പറഞ്ഞു വെൻറ്റിലേറ്ററിൻ്റെ അനക്കത്തിൽ ഇങ്ങനെ കിടക്കുന്നതാണ് ഞങ്ങൾക്കറിയാം. എന്നാലും എനിക്ക് ആ റൂം നിറച്ച് മാലാഖമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോഴേക്ക് എനിക്ക് തോന്നി. അപ്പോഴും എനിക്ക് തോന്നി ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതല്ലോ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല എന്നാണല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഇത്രയും എന്നപ്പോൾ എനിക്ക് യേശുപ്പൈവന് ഭയങ്കര അത്ഭുതം. ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞു അത്ഭുതം പ്രവർത്തിച്ച് ജീവൻ പോയാൽ അവന് കിട്ടും എന്നുള്ള ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങളിങ്ങ് പുറത്ത് വന്ന് അപ്പോഴപ്പോഴും ഞങ്ങൾ സ്ക്രീനിൽ കൂടെ മോനെ കാണിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് സ്ക്രീനിൽ കൂടെ കാണണ്ട, നേരിട്ട് കാണണം മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പിന്നെയും കാണാൻ വിളിച്ചപ്പോൾ പൾസ് 10 9 പൾസ് 1 ആയാലും യേശുപ്പം സുഖം തരും, അതിൽ ഓവർ ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും യേശുപ്പൻ അവനെ എടുത്ത് അപ്പം ഞങ്ങളിരുന്നപ്പം പുറത്തിരുന്നപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ വന്ന് ഞങ്ങളെടുത്ത് പറഞ്ഞ് അവിടെ നിന്ന് അവന് ഇവിടെ കൊണ്ടുവന്നിട്ടും എൻ്റെ വിശ്വാസത്തിന് മാറ്റം വരുന്നില്ല. ലാസറിനെ പോലെ അവൻ്റെ സ്ഥലം അതാണ്, ലാസറിനെ പോലെ അവൻ വീണ്ടും വരും എന്നുള്ള ആ വിശ്വാസത്തിൽ വീണ്ടും വരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിൽ ഒരിത്, അവൻ വന്ന് ഭയങ്കര നിരാശനായിട്ട് എൻ്റെ മുമ്പ് നിൽക്കണം. അവൻ ഇങ്ങനെ UTCയിൽ അവന് അഡ്മിഷൻ കിട്ടാതായപ്പോൾ അവൻ ഭക്ഷണം കഴിക്കില്ല, അവൻ നേരെ പിന്നെ ഡ്രസ്സ് നീറ്റായിട്ട് കൊടുക്കില്ല, കുളിക്കില്ല, അങ്ങനെ അതുപോലെ നീറ്റില്ലാതെ ഒന്ന് നിരാശനായിട്ട് എൻ്റെ അടുത്തിരുന്ന മമ്മിക്ക് പിന്നെ അത്ര പ്രയാസമാണെങ്കിൽ
ഞാൻ മമ്മിയുടെ അടുത്ത് വരാം, എനിക്ക് യേശുപ്പൻ്റെ അടുത്തിരിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് യേശുപ്പൻ്റെ അടുത്തിരിക്കുകയാണ് ഇഷ്ടം, മമ്മിക്ക് മമ്മിയുടെ അടുത്താണ് വരണം ഇഷ്ടമെങ്കിൽ ഞാൻ മമ്മിയുടെ അടുത്ത് വരാം എന്ന് പറഞ്ഞാൽ അവൻ വീണ്ടും നിരാശനായിട്ടിരിക്കുന്നു. ഞാൻ ഇത് 2-3 ദിവസം എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് ഞങ്ങൾ അവിടെ പോയിരിക്കും. ഇരുന്നപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഇരുന്നപ്പോൾ ഇളയ മോൻ്റെ അടുത്തും ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തുമായിട്ട് പറഞ്ഞ്, എനിക്ക് എപ്പോഴും അവൻ UTCയിൽ അഡ്മിഷൻ കിട്ടാതിരിക്കും, അവൻ നിരാശനായിട്ടിരിക്കും പോലെ ഇരുന്നിട്ട് വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാണ്, മമ്മിക്ക് മമ്മിയുടെ അടുത്തിരിക്കണമെങ്കിൽ ഞാൻ മമ്മിയുടെ അടുത്ത് വരാം, എനിക്ക് യേശുപ്പൻ്റെ അടുത്തിരിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. ഇതുപോലെ പറയണതായിട്ട് എനിക്കിങ്ങനെ ഇവനെ കാണണം, ഇവ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ അടുത്ത് പറഞ്ഞ്, അവൻ UTCയിൽ പഠിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടം, അപ്പോഴും നീ അവൻ്റെ അടുത്ത് പറയാണ് പിന്നെ നീ UTCയിൽ പഠിക്കാൻ പോകണ്ട, എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിയെന്ന് പറഞ്ഞാൽ അവൻ എന്ത് പറയും, മമ്മിക്ക് അത്ര നിർബന്ധമെങ്കിൽ ഞാൻ UTC പഠിക്കാൻ പോകണില്ല, മമ്മിയുടെ അടുത്ത് വരാം ഇരിക്കാം എന്ന് പറയുമെന്ന് പറഞ്ഞ്. അപ്പോഴും എനിക്ക് എന്നെ ആകപ്പാടെ കൺഫ്യൂഷനാക്കി. ഞാൻ ഇങ്ങനെ വളരെ നിരാശയായിട്ട് ഇങ്ങനെ ഇരുന്ന് എന്നിങ്ങനെ യേശുപ്പൻ മോനെ ഇങ്ങനെ കൊടുക്കും, ഇവിടെ ഇങ്ങനെ ഓവർ കോൺഫിഡൻസിലിരിക്കുകയല്ലേ, എൻ്റെ മോയിങ് വരും ലാസറിനെ പോലെ യേശുപ്പൻ എനിക്കിങ്ങ് തരുമെന്നുള്ള ഓവർ കോൺഫിഡൻസിലിരിക്കുകയല്ലേ. അപ്പോൾ ഇതെന്നെ വല്ലാതെ എൻ്റെ മനസ്സിനാലട്ടി. ഞാൻ മാക്സിമം പ്രാർത്ഥിച്ച് തയ്യാറായിട്ട് ഞാൻ പറഞ്ഞു, യേശുപ്പന് ഇഷ്ടമെങ്കിൽ എൻ്റെ മോനെ എടുത്തോ. അവൻ തുള്ളിച്ചാടി അങ്ങ് നടക്കുന്നതായിട്ട് അവൻ്റെ സന്തോഷം അങ്ങ് ഭയങ്കരമായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ പ്രെയർ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. പള്ളിയിൽ 10 ദിവസം അപ്പോൾ പ്രെയർ കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയി. അതൊക്കെ കഴിഞ്ഞ് ഒരു ഈസ്റ്ററിന് അവൻ്റെ പള്ളിയിൽ അവൻ 3 മണിക്ക് രാവിലെ എണീറ്റ് ഈസ്റ്ററിന് പോകും, പോയിട്ട് 5 മണിക്ക് വീട്ടിലെത്തും. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഓർമ്മ ഞാൻ ഇളയ മോനുമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ രാവിലെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, മോനെ അണ്ണ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരണതാണ് എന്ന് പറയണതിന് മുമ്പ് എൻ്റെ മനസ്സിൽ യേശുപ്പ ഒരു ചോദ്യം, ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഞാൻ ജീവിക്കുന്നു എന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതോടെ എൻ്റെ വേദനയെല്ലാം മാറി, വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ മോനും ജീവിക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ മോൻ യേശുപ്പൻ്റെ കരങ്ങളിൽ ഉറങ്ങിയിരിക്കുകയാണ്. അവൻ കണ്ണുറന്ന് നോക്കുമ്പോൾ യേശുപ്പനെ കാണും എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മളെ തോളിൽ കിടന്ന് മക്കൾ ഉറങ്ങുമ്പോൾ അവൻ ഉണരുമ്പോൾ നമ്മുടെ പപ്പയുടെ അമ്മയുടെയും മുഖം കണ്ട് അവന് സന്തോഷം. അതുപോലെ അവൻ യേശുപ്പൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങണം. അവൻ ഉണർന്ന് നോക്കുമ്പോൾ യേശുപ്പൻ്റെ മുഖം കാണും, അവൻ സന്തോഷത്തിലിരിക്കും. അപ്പോൾ അവനെന്തോ പേടി. ആ ഒരു അനുഭവം എനിക്കുണ്ടായി, ജീവിക്കുന്നു എന്നുള്ള ഒരു അനുഭവം ഉണ്ടായപ്പോൾ എൻ്റെ വേദനകളെല്ലാം മാറി. ഇതെല്ലാം ഈ അനുഭവങ്ങളെല്ലാം എനിക്ക് വചനത്തിലൂടെ ദൈവം തന്നതാണ്. അതുപോലെ ഞാൻ എവിടെയൊക്കെ സാക്ഷ്യം പറഞ്ഞാലും ഈ അനുഭവം ഞാൻ ഇങ്ങനെ പറയും. എൻ്റെ ആ വചനമാണ്, ജീവനുള്ള വചനമാണ് എന്നെ എല്ലായിടവും പിടിച്ചു നിർത്തിയത്. എന്നിട്ട് ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് മുമ്പ് എല്ലാ മത്സരവും ക്വിസ് മത്സരവും അതിനെല്ലാം പങ്കെടുത്ത് അങ്ങ് എല്ലാത്തിലും ആക്റ്റീവായിട്ട് നിന്നതാണ്. ടാഫ്റ്റി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു, അതിൻ്റെ കോർഡിനേറ്റർ. 60ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അത് ഈ മോൻ എന്നെ ഏൽപ്പിച്ചതാണ്. ഞങ്ങളുടെ പള്ളിയിലുള്ള അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, മമ്മി ഇത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്ത് അതിനെ പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ എനിക്ക് അപ്പോൾ അവൻ്റെ വേല ചെയ്യണമെന്നുള്ള രീതിക്ക് ഞാൻ പൂർണ്ണമായിട്ട് അതിനെ വേല എനിക്ക് തൃപ്തിയാവും വണ്ണം ഞാൻ ചെയ്ത് അതിനെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞാൻ ഈ മോൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കൂനിയായ സ്ത്രീയെ പോലെയായി. ഞാൻ എല്ലാം മറന്നു. എനിക്ക് ആൾക്കാരെ അറിയില്ല. പിന്നെ ഈ ബൈബിളിൽ ഇതെല്ലാം പഠിച്ചും ക്വിസിനൊക്കെ പ്രൈസ് വാങ്ങി എല്ലാം ഇരുന്ന് എനിക്ക് യേശുപ്പൻ്റെ അപ്പനാരും അമ്മയാരും ചോദിച്ചവരെ എനിക്കറിയില്ല. ഞാൻ എല്ലാം മറന്ന ഒരു പ്രതീതി, മറന്നിട്ട് ഒന്നും ഓർമ്മയ്ക്കില്ല. അങ്ങനെ നിന്നപ്പോൾ കാണാം ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ്റെ ഒരു കൊച്ചമ്മ, അച്ഛൻ്റെ വൈഫിന് നമ്മൾ കൊച്ചമ്മ എന്നാണ് വേണം, വിജയറാണി കൊച്ചമ്മ എന്ന് പറയും. ആ കൊച്ചമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ്, നിങ്ങളിങ്ങനെ ഇരുന്നാൽ പോരാ എന്ന് പറഞ്ഞ് അവരെന്നെ കൂനിയായ സ്ത്രീയെ കൊണ്ട് സഭയുടെ നടുവിൽ നിർത്തും പോലെ 4-5 വർഷം കഴിഞ്ഞതിന് ശേഷം എന്നെ അവർ കൊണ്ടുവന്ന് ഓരോ പ്രോഗ്രാമിൽ ആക്കാം നിർത്തിയപ്പോൾ വീണ്ടും ഞാൻ അതിലൊന്ന് ആക്റ്റീവായി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അനുഭവം എന്നെ ദൈവം ആ ഒരു വിശ്വാസത്തിൽ വളർത്തിയ വചനവും ആത്മാവുമാണ്.
യേശു എന്നെ അനുദിനം നടത്തിടുന്നു നാൾതോറും